Hello everybody. So welcome to Dent Easy with MJ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാത്തോളജിയിൽ 5 മാർക്കിന് 3 മാർക്കിന് ചോദിച്ചൊരു ചോദ്യമായിട്ടുള്ള മെറ്റാപ്ലേസിയനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മെറ്റാപ്ലേസിയ എന്ന് പറയുന്നത് ഒരു റിവേഴ്സിബിൾ ആയിട്ടുള്ളൊരു ചേഞ്ച് ആണ്. ഇവിടെ ഒരു അഡൽട്ട് സെല്ലിനെ മറ്റൊരു അഡൽട്ട് സെല്ലിൽ വന്നിട്ട് റീപ്ലേസ് ചെയ്യുന്നു. സോ നമുക്ക് ഒരു കഥ പോലെ പറയാം. അപ്പോൾ ഒരിടത്ത് ഒരു കടലിൽ നമ്മൾ തെങ്ങുണ്ടായിരുന്നു. അപ്പോൾ ഈ തെങ്ങ് ഇവിടെ ഭയങ്കരമായിട്ട് തിരമാല ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് വന്നപ്പോൾ ഈ തെങ്ങിന് ഇതിനെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ആ തെങ്ങ് മറിഞ്ഞു പോയി. അതിന് പകരം അവിടെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ നമ്മുടെ പൈനാപ്പിളിൻ്റെ ചെടിയെ നട്ടു. സോ ഒരു സ്പോട്ടർ എക്സാമ്പിളാണെന്ന് എനിക്കറിയാം, പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനത്തെ റീപ്ലേസ് ചെയ്തിട്ട് മറ്റൊരു സാധനം വരുന്നു. ആ ഒരു പരിപാടിനെ നമ്മൾ പറയുന്ന പേരാണ് മെറ്റാപ്ലേസിയ. അതൊരു റിവേഴ്സിബിൾ ആയിട്ടുള്ളൊരു ചേഞ്ചാണ്. ഇവിടെ അഡൽട്ട് സെല്ലിനെ റീപ്ലേസ് ചെയ്യുന്നത് മറ്റൊരു അഡൽട്ട് സെല്ലായിരിക്കും. അതിന് നമ്മൾ മെറ്റാപ്ലേസിയ എന്ന് പറയുന്നത്. സോ ഈ മെറ്റാപ്ലേസിയ നമ്മൾ സാധാരണ കാണുന്നത് സ്മോക്കേഴ്സിൻ്റെ കേസിലാണ്. അവരെ മെയിൻലി ഉണ്ടാക്കിയിരിക്കുന്നത് കോളംനാർ എപ്പിത്തീലിയം ആയിരിക്കും, പക്ഷെ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് സ്ക്വാമസ് സെല്ലുകൾ വരുവാണ്. അപ്പോൾ ഇത് നമുക്കൊരു അഡാപ്റ്റീവായിട്ടുള്ള റെസ്പോൺസ് എന്ന് പറയാൻ പറ്റും. കാരണം ഇത് നമുക്ക് സ്മോക്കിംഗ് മൊത്തത്തിൽ അവോയ്ഡ് ചെയ്താൽ നമുക്ക് നോർമൽ ഫോമായിട്ടുള്ള കോളംനാർ എപ്പിത്തീലിയത്തിലോട്ട് തിരിച്ചു വരാൻ പറ്റും. പക്ഷെ നമ്മൾ സ്മോക്കിംഗ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ക്യാൻസർ വരെ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. ഇനി നമ്മളിവിടെ പറയുന്നത് 2 തരത്തിലുള്ള മെറ്റാപ്ലേസിയ ആണുള്ളത്. സോ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സ്ക്വാമസ് ആയിട്ടുള്ള മെറ്റാപ്ലേസിയ, അതാണ് ഫസ്റ്റ് കാര്യം പറയുന്നത്. രണ്ടാമത്തെ മെറ്റാപ്ലേസിയ എന്ന് പറയുന്നത് കോളംനാർ ആയിട്ടുള്ള മെറ്റാപ്ലേസിയ. ഈ സ്ക്വാമസ് മെറ്റാപ്ലേസിയയിൽ വരുന്ന കാര്യങ്ങളാണ് ഒന്ന് സെർവിക്സിലും സ്ക്വാമസ് സെൽ മെറ്റാപ്ലേസിയ നമ്മുടെ സെർവിക്സിലും അതേപോലെ തന്നെ റെസ്പിറേറ്ററി ട്രാക്റ്റിലുമാണ് നമ്മൾ മെയിൻലി ഈ സ്ക്വാമസ് മെറ്റാപ്ലേസിയ കാണിക്കുന്നത്. കോളംനാർ മെറ്റാപ്ലേസിയ ഈസോഫാഗസിലും അതേപോലെ തന്നെ വേറൊരു സംഭവത്തിൽ കാണിക്കുന്നുണ്ട്, നമ്മുടെ ഇൻഡസ്റ്റൈനിലും ഈ പറഞ്ഞ കോളംനാർ മെറ്റാപ്ലേസിയ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് സ്ക്വാമസ് മെറ്റാപ്ലേസിയാണ്. സ്ക്വാമസ് മെറ്റാപ്ലേസിയ എന്ന് പറയുന്നത് മെയിൻലി ഇവിടെ സ്ക്വാമസ് സെല്ലുകൾ റീപ്ലേസ് ചെയ്ത് വരുവാണ്. അതിന് നമ്മൾ സ്ക്വാമസ് മെറ്റാപ്ലേസിയ എന്ന് പറയുന്നത് മെയിൻലി റെസ്പിറേറ്ററി ട്രാക്റ്റിലാണ്. റെസ്പിറേറ്ററി ട്രാക്റ്റിൽ നമ്മുടെ സ്മോക്കേഴ്സിൻ്റെ കേസിലൊക്കെയാണെങ്കിൽ സാധാരണ നമ്മളെ ബോഡി ലൈൻ ചെയ്തിട്ടുള്ളത് റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ലൈൻ ചെയ്തതിൽ സീലിയേറ്റഡ് കോളംനാർ എപ്പിത്തീലിയം വെച്ചിട്ടായിരിക്കും. അപ്പോൾ സ്മോക്കിംഗ് വരുന്ന സാഹചര്യത്തിൽ സീലിയേറ്റഡ് കോളംനാർ എപ്പിത്തീലിയൽ സെൽസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവിടെ സ്ക്വാമസ് സെല്ല് വരുവാണ് ചെയ്യുന്നത്. ഇതാണ് റെസ്പിറേറ്ററി ട്രാക്റ്റിൽ മെയിൻലി സംഭവിക്കുന്നത്. സെർവിക്സിലും ഇതേപോലെ തന്നെ സീലിയേറ്റഡ് കോളംനാർ എപ്പിത്തീലിയൽ കോളംനാർ സെൽസ് ആയിരിക്കും ലൈൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. പക്ഷേ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് സ്ക്വാമസ് സെല്ല് വരുവാണ് ചെയ്യണത്. അടുത്തത് ഇൻഡസ്റ്റൈനൽ മെറ്റാപ്ലേസിയ. അത് വരുന്നത് കോളംനാർ മെറ്റാപ്ലേസിൻ്റെ അണ്ടറിലായിട്ടാണ്. ഇവിടെ കോളംനാർ മെറ്റാപ്ലേസിയയിൽ മെയിൻലി വരുന്നത് ഈ പറഞ്ഞ നമ്മളെ സെൽസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് കോളംനാർ സെൽസ് വരുവാണ്. അതിനെയാണ് നമ്മൾ കോളംനാർ മെറ്റാപ്ലേസിയ പറയുന്നത്. അത് ഇൻഡസ്റ്റൈനൽ മെറ്റാപ്ലേസിയാണ് ഒരു എക്സാമ്പിൾ. നമുക്കിപ്പോൾ സ്റ്റൊമക്കിൽ അൾസറൊക്കെ വരുന്ന സാഹചര്യത്തിലാണ് അൾസറൊക്കെ നമ്മൾ ഹീൽ ചെയ്ത് പോകുമ്പോഴാണ് ഇൻഡസ്റ്റൈനൽ മെറ്റാപ്ലേസിയ മെയിൻലി കാണുന്നത്. അപ്പോൾ അവിടെ കോളംനാർ സെൽസ് റീപ്ലേസ് ചെയ്ത് വരുവാണ് ചെയ്യുക. ബാരറ്റ് ഈസോഫാഗൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മളെ സ്റ്റൊമക്കിലുള്ള സ്റ്റൊമക്കിലുള്ള ആസിഡുകൾ നമ്മൾ ഈസോഫാഗസിലോട്ട് പോകുമ്പോൾ അവിടെ നമ്മളെ സ്ക്വാമസ് സെല്ലുകൾ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ കോളംനാർ സെൽസ് വരുന്നുണ്ട്. ഇതിനെ നമ്മൾ ബാരറ്റ് ഈസോഫാഗസ് എന്ന് പറയുന്നത്. സോ മെറ്റാപ്ലേസിയ എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ചേഞ്ച് ആണെന്ന് പറയണം. അവിടെ നമ്മുടെ മെയിൻലി സംഭവിക്കുന്നത് സ്ക്വാമസ് സെൽസാണ് അവിടെ റീപ്ലേസ് ചെയ്ത് വരുന്നത്. സ്മോക്കിങ്ങിൻ്റെ കേസിലാണ് മെയിനായിട്ട് ഇത് കാണുന്നതെന്നുള്ള കാര്യങ്ങൾ പറയാം. ഇതൊരു അഡാപ്റ്റീവ് റെസ്പോൺസാണ്. കാരണം അത് നമ്മൾ മുഴുവനായിട്ട് സ്മോക്കിങ് ഒഴിവാക്കി നമുക്ക് നോർമലായിട്ട് പഴയ രീതിയിലോട്ട് കോളംനാർ സെല്ലുകളായിട്ട് തന്നെ മാറാൻ പറ്റും. പിന്നെ അതിന് 2 തരത്തിലുള്ള കാര്യങ്ങൾ പറയാം. സ്ക്വാമസ് മെറ്റാപ്ലേസിയ ആൻഡ് കോളംനാർ മെറ്റാപ്ലേസിയ. സ്ക്വാമസിൽ നമ്മൾ പറഞ്ഞ സെർവിക്സിൻ്റെ കാര്യം, റെസ്പിറേറ്ററി ട്രാക്റ്റിനെ കുറിച്ചും പറഞ്ഞു. റെസ്പിറേറ്ററി ട്രാക്റ്റിൽ കൂടുതലായിട്ട് സ്മോക്കേഴ്സിൻ്റെ കേസിലാണ് സംഭവിക്കുന്നത്. കോളംനാർ സെൽസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് സ്ക്വാമസ് സെൽസ് വരും. സെർവിക്സിലും സ്ക്വാമസ് സെൽസാണ് റീപ്ലേസ് ചെയ്ത് വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് നമ്മുടെ കോളംനാർ എപ്പിത്തീലിയത്തിലാണ് കോളംനാർ ആയിട്ടുള്ള സെൽസിൻ്റെ കേസ് നമ്മൾ പറഞ്ഞ ഇൻഡസ്റ്റൈനിലും അതേപോലെ തന്നെ നമ്മുടെ ബാരറ്റ് ഈസോഫാഗസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് മെറ്റാപ്ലേസിയയിൽ ചോദിക്കുന്നത് കേട്ടോ.